ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ രമ്യ. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മാർച്ച് മാസത്തിലെ പുതിയതായിട്ട് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ സീഡ്ലിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോർമൽ വെറൈറ്റിയും അതേപോലെ തന്നെ സാധാരണ സാധാരണ വെറൈറ്റിയൊക്കെ ഒന്നാണ് കേട്ടോ. അപ്പോൾ നോർമൽ വെറൈറ്റിയും അതേപോലെ തന്നെ സ്പെഷ്യൽ വെറൈറ്റീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്പെഷ്യൽ വെറൈറ്റീസിൽ തന്നെ ട്വിസ്റ്റഡ് ആൻറ്റിലോപ്പ് വെറൈറ്റീസും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആവാത്ത കിങ് ഡ്രാഗൻ്റെ വെറൈറ്റീസും ഉണ്ട് കേട്ടോ. അപ്പോൾ കിങ് ഡ്രാഗൺ വെറൈറ്റീസ് അല്ലെങ്കിൽ ഡ്രാഗൺ വെറൈറ്റിയൊക്കെ ഒരു 3 വെറൈറ്റിയോളം ഉണ്ട്. അതിൽ ആ വൈറ്റ് ഡ്രാഗൺ എന്ന് പറഞ്ഞ വെറൈറ്റി മാത്രമാണ് ഒരു ഇത്തിരി ചെറുത്. ബാക്കിയെല്ലാം തന്നെ അത്യാവശ്യം നല്ല സൈസുള്ള നല്ല സീഡ്ലിങ്ങുകളാണ് കേട്ടോ. പിന്നെ എല്ലാ വെറൈറ്റി സീഡ്ലിങ്ങും നമുക്ക് എല്ലാ സമയത്തും അവൈലബിൾ ആയിട്ടിരിക്കില്ല. അപ്പോൾ ഒരു മാസം വന്ന് ചിലപ്പോൾ പിറ്റത്തെ മാസം നമുക്ക് പ്ലാന്റ് വരുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നല്ല നല്ല വെറൈറ്റീസൊക്കെ കാണുമ്പോൾ അന്നേരം തന്നെ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാച്ച പിന്നെ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും പിന്നീട് സെയിം വെറൈറ്റി വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് പുതിയതായി മാർക്കറ്റിൽ ഇറങ്ങുന്നത് ആദ്യം നമുക്ക് മെച്യൂർഡ് പ്ലാന്റുകളാണ് ഓരോ വെറൈറ്റിയുടെയും ആദ്യം മാർക്കറ്റിൽ ഇറങ്ങുക. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ സീഡ്ലിങ് വരിക. ഇപ്പോഴും സീഡ്ലിങ് വരാത്ത ഒരുപാട് വെറൈറ്റികളുണ്ട്. അപ്പോൾ എല്ലാ വെറൈറ്റിയും നമുക്ക് എപ്പോഴും സീഡ്ലിങ് അവൈലബിൾ ആയിരിക്കില്ല. നല്ല നല്ല വെറൈറ്റീസൊക്കെ കാണുന്ന നേരം അപ്പോൾ തന്നെ നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഡെൻഡ്രോബിയം ഓർക്കിഡ് അല്ലെങ്കിൽ ഓർക്കിഡ് എല്ലാവർക്കും അറിയാം ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക എപ്പോഴും ഒരു റേറ്റ് ആ ഒരു ഇത് നിലനിർത്തി പോകുന്ന ഒരു ചെടിയാണ്. അപ്പോൾ കോസ്റ്റ്ലി ആയ എന്ത് ഐറ്റം മാർക്കറ്റിൽ വന്നാലും അത് പ്ലാന്റ് എന്നല്ല വേറെ എന്ത് ഐറ്റം മാർക്കറ്റിൽ വന്നാലും അതിന് ഡ്യൂപ്ലിക്കേറ്റും ആ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ മുകളിൽ ഡ്യൂപ്ലിക്കേറ്റൊക്കെ ഉണ്ടാവുന്ന സാധാരണ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് നല്ല പ്രൊഡക്റ്റാണ് വേണ്ടത് അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫോട്ടോയിൽ കാണിക്കുന്ന ഫ്ലവർ തന്നെ വിരിയണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ടാഗുള്ള പ്ലാന്റുകൾ തന്നെ നമ്മൾ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് 10-20 രൂപ കൂടുതലായിരിക്കും, പക്ഷേ നമുക്ക് ഈ ഫോട്ടോയിൽ കാണിക്കുന്ന പ്ലാന്റ് തന്നെ അല്ലെങ്കിൽ ഫ്ലവർ തന്നെ നമുക്ക് അന്നേരം വിരിഞ്ഞ് കിട്ടും. അപ്പോൾ ഐഡിയ ഇല്ലാത്ത പ്ലാന്റുകൾ വാങ്ങുമ്പോൾ നമുക്ക് വാങ്ങുന്ന സമയത്ത് ഓഫർ ചെയ്യുന്ന ഫ്ലവറൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ. അപ്പോൾ സാധിക്കുമെങ്കിൽ ടാഗുള്ള പ്ലാന്റുകൾ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണിച്ചു പോകുന്ന ഈ ഫോട്ടോസൊക്കെയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സീഡ്ലിങ്സ് വരുന്നത്. അപ്പോൾ ഇതിൽ നോർമൽ വെറൈറ്റി സീഡ്ലിങ് വരുന്നുണ്ട്, സ്പെഷ്യൽ വെറൈറ്റി വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യലിൽ തന്നെ ഡ്രാഗൺ വെറൈറ്റീസും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോർമൽ വെറൈറ്റി സീഡ്ലിങ് അത്യാവശ്യം വലുപ്പമുള്ള സീഡ്ലിംഗ് ആണ്, 140 രൂപയാണ് റേറ്റ് വരിക. അതേപോലെ തന്നെ സ്പെഷ്യൽ വെറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് 160 രൂപയാണ്. അതിൽ തന്നെ ട്വിസ്റ്റഡും വരുന്നുണ്ട്, ഡ്രാഗൺ വെറൈറ്റിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സീഡ്ലിങ്ങിൻ്റെ സൈസ് നമ്മൾ ഓർഡർ ചെയ്യുന്ന പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ പാക്കിങ്ങിന് മുൻപ് ഓരോ കസ്റ്റമർക്കും അയച്ചു തരും. അതിനുശേഷം മാത്രമാണ് നമ്മൾ കൊറിയർ പാക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അന്നേരം ഓരോ പ്ലാന്റും കാണാനുള്ള സൗകര്യം നമ്മുടെ കസ്റ്റമർക്കുണ്ട്. എന്നിട്ട് കണ്ട് ആ ഒരു എന്താ പറയുക നമുക്ക് ആ പ്ലാന്റ് ഇഷ്ടമായില്ല വെച്ചെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ റീഫണ്ട് ചെയ്ത് തരാനും ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യുന്നതിന് മുൻപ് സീഡ്ലിങ് കാണിച്ചു തരാനുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇത്രയും പ്ലാന്റ്സിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ കാണിച്ചു തരുന്ന പ്ലാന്റ് തന്നെ നമുക്ക് പാക്ക് ചെയ്യാനൊന്നും ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പാക്കിങ്ങിന് മുൻപ് ഫോട്ടോ കാണിച്ചു തരാം. പിന്നെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ഹെർമീസ് എന്ന് പറഞ്ഞ വെറൈറ്റി വരെയാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ DTDC വഴിയാണ് നമ്മുടെ കൊറിയറുകളെല്ലാം അയക്കുക. അപ്പോൾ സ്പീഡ് പോസ്റ്റ് വേണ്ടവർ പ്രത്യേകം നമ്മളുടെ അടുത്ത് എടുത്തു പറയുക. കാരണം എല്ലാ സ്ഥലത്തും DTDC സെൻറ്ററിൽ ഹോം ഡെലിവറി ഉണ്ടായിരിക്കില്ല കേട്ടോ. പിന്നെ ഡെൻഡ്രോബിയം സീഡ്ലിംഗ് ആണ് വേണ്ടതെന്ന് നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയ സ്പെഷ്യലും നോർമലൊക്കെ നമ്മൾ സെപ്പറേറ്റ് അയച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പ്ലാൻസ് വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.